പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ കർഷക പ്രതിഷേധം കനക്കുന്നുവെന്ന് ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. അതിർത്തിയിലേക്കുള്ള JCBകളുടെ നീക്കം തടയാൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് പഞ്ചാബ് DGPയുടെ നിർദ്ദേശം വന്നു കഴിഞ്ഞു. സമരം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി മുന്നോട്ട് വരണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു. പ്രത്യേകം സജ്ജമാക്കിയ ട്രാക്ടറുകളുമായിട്ടാണ് കർഷകർ ഡൽഹിയിലേക്ക് വരിക. ശംഭു അതിർത്തിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ കൂടുതൽ കർഷകർ സംഘടിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് പോകാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇപ്പോൾ സ്വീകരിച്ചു വരുന്നു. ശംഭു അതിർത്തിയിൽ കനത്ത മൂടൽമഞ്ഞാണ്. ഏതാണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഏതാനും മീറ്ററുകൾക്കപ്പുറമാണ് ഹരിയാന പോലീസിന്റെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ബാരിക്കേഡുകളെല്ലാം തന്നെ സ്ഥാപിച്ചുകൊണ്ട് സമരത്തെ തടയാനുള്ള നീക്കം പോലീസ് സ്വീകരിച്ചു വരുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പുകൾ എല്ലാം സജ്ജമാക്കി തന്നെയാണ് കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം. ട്രാക്ടറുകൾ, പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കിയ ട്രാക്ടറുകളെല്ലാം തന്നെ ഇപ്പോൾ ശംഭു അതിർത്തിയിൽ എത്തിയിട്ടുണ്ട്. കണ്ണീർ വാതക ഷെല്ലുകളെയും അതോടൊപ്പം തന്നെ ബാരിക്കേഡും ഇവയെല്ലാം തന്നെ മറികടക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങളാണ് ഓരോ ട്രാക്ടറുകളിലും ഒരുക്കിയിരിക്കുന്നത്. भैया ये क्या है, फेस में क्या है? ये फेस पे कोलगेट लगाई है जी हमने। इसके लिए जो ये टीयर गैस के धुआं होता है ना, वो जलन बहुत करता है जी, उसके प्रोटेक्शन के लिए हमने ये लगाई है, कोलगेट लगाई है। स्पेक्स जो है स्वीमिंग वाले हैं, जो धुआं आएगा वो आँखों के अंदर नहीं आएगा, ठीक है जी। तो फेस के लिए हो गया, आँखों के लिए हो गया, और ये मफलर है, 2 बार आगे फेस पे लगाएंगे तो धुआं नहीं जाएगा अंदर में। ये कट्टा है ना, ये कट्टा किसके लिए? ये कट्टा बेसिकली वो जिसमें धान डालते हैं, जब उधर से टीयर गैस का गिरेगा गोला, उसके ऊपर इसके रख देंगे गिला करके, तो जो उसका धुआं है वो वहीं बंद हो जाता है। वो आप लोग पूरा तैयारी है दिल्ली जाने के लिए? हाँ जी, हमारी फुल तैयारी है। पुलिस का ये भी बड़ा फोर्स है, इसके लिए अब जाएगा? सर ये बात है, हमारे अगर हम नहीं जाएंगे तो कौन जाएगा? जैसे ही किसान है, किसान के ऊपर सारी डिपेंड है। ये जो पूरी अपनी कंट्री है इंडिया, ये कृषि प्रदेश है ना, यहाँ पे ये सब बेसिकली ये बेस है इंडिया का। सबको नीड है फूड की। अगर ये उनके कंट्रोल में आ गया, कॉर्पोरेट के कंट्रोल में आ गया, तो ये सारा कुछ हाई मतलब प्राइस से आउट ऑफ प्राइस हो जाएगा। ये सभी बंदे मतलब रेंज से बाहर है। तो हम चाहते हैं ये जो सरकार है हमें हमारा जो हक है MSP वो दे दे। തങ്ങളല്ലാതെ ആരാണ് തങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ ഡൽഹിയിലേക്ക് പോവുക എന്ന ചോദ്യമാണ് കർഷകർ ഉന്നയിക്കുന്നത്. മാത്രമല്ല വലിയ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ട്രാക്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. കണ്ണീർ വാതക ഷെല്ലുകളെല്ലാം തന്നെ മറികടക്കാൻ പാകത്തിലുള്ള സംവിധാനം, ഇത്തരത്തിൽ പ്രത്യേകം ഘടിപ്പിച്ച ഫാനുകൾ അങ്ങനെ ട്രാക്ടറുകളിൽ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ വലിയ JCBകൾ, അവയെല്ലാം തന്നെ ബാരിക്കേഡുകൾ നീക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി തന്നെയാണ് കർഷകർ സജ്ജമായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സംസാരിച്ച കർഷകൻ വ്യക്തമാക്കിയത് തങ്ങളല്ലാതെ ഇത്തരത്തിൽ അവകാശം സംരക്ഷിക്കാൻ ആരും മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ എല്ലാവിധ സംവിധാനങ്ങളും, പോലീസിന്റെ ബാരിക്കേഡും കണ്ണീർവാൽ ഷെല്ലുകളിൽ മറികടക്കാൻ പാകത്തിലുള്ള എല്ലാവിധ സംവിധാനങ്ങളും തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 11 മണിക്ക് ശംഭു അതിർത്തിയിൽ നിന്ന് കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങും. എന്തായാലും വലിയൊരു സംഘർഷങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ശംഭു അതിർത്തിയിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24.